ഹായ്, എൻ്റെ പേര് അമൽ. ഞാൻ തിരുവല്ല സെന്റ് മേരീസ് മോട്ടോഴ്സിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് റോയൽ എൻഫീൽഡിന്റെ 100-350 എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിളിനെ പറ്റിയാണ്. 100നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. അതേപോലെ തന്നെ റോയൽ എൻഫീൽഡ് കാറ്റഗറിയിലെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളും കൂടെയാണ് 100-350 എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ. മോട്ടോർ സൈക്കിളിന് ഫ്രണ്ട് പോർഷനിലോട് നോക്കുമ്പോൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിപ്പം ഡുവൽ ചാനൽ വേരിയന്റ് ആണ്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് വിത്ത് ABS നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ് വീൽ വരുന്ന വേരിയന്റ് ആണ്. അലോയ്സ് ആയതുകൊണ്ട് തന്നെ വിത്ത് ട്യൂബ്ലെസ് സ്റ്റാർ ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ടാങ്ക് കപ്പാസിറ്റിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് 13 ലിറ്റർ ആണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഏകദേശം 4 ലിറ്ററോളം നമുക്ക് റിസർവിങ് വരുന്നുണ്ട്. എഞ്ചിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് J സീരീസ് എഞ്ചിൻ ആണ്. 350cc J സീരീസ് എഞ്ചിൻ ആണ് നമുക്ക് വരുന്നത്. വളരെ സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് ആയിട്ടുള്ള റൈഡിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ നിന്ന് കിട്ടുക. 20.2 bhp പവറിൽ 27 Nm ടോർക്കിലുമാണ് എഞ്ചിന്റെ ഒരു പെർഫോമൻസ് വരുന്നത്. സൈലൻസറിന്റെ പോർഷനിലോട്ട് നോക്കുമ്പോൾ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സയൻസ് ഡിസൈൻ ആണ് നമുക്ക് വരുന്നത്. റോയൽ എൻഫീൽഡിന്റെ തമ്പ് സൗണ്ട് നമുക്ക് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. J സീരീസ് എഞ്ചിൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് 100ലും അതേപോലെ മെറ്റിയോർ വേരിയൻസിലും നമുക്കിപ്പം സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ച് നമുക്ക് വന്നിട്ടുണ്ട്. മോട്ടോർ സൈക്കിളിൽ നമുക്ക് ഫ്രണ്ട് പോർഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു DG+ അനലോഗ് മീറ്റർ കൺസോളും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ, ടൈം, ട്രിപ്പ് ഓപ്ഷൻസ്, പിന്നെ ഗിയർ പൊസിഷൻ വരുന്നുണ്ട്. ഇപ്പൊ വരുന്ന വണ്ടികൾക്ക് നമുക്ക് ഗിയർ പൊസിഷൻ സെൻസർ നമുക്ക് അവൈലബിൾ ആകത്തില്ല. അതിന്റെ ഒരു സ്ലോട്ടാണ് വിട്ടേക്കുന്നത്. നമുക്ക് അത് അവൈലബിലിറ്റി ഇഷ്യൂ കാരണമാണ് വരാത്തത്. അപ്പം വൺസ് വന്നു കഴിയുമ്പോഴത്തേക്ക് വണ്ടികൾ റീകോൾ ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ ഓപ്ഷൻ നമുക്ക് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 10x10 നാവിഗേഷൻ യൂണിറ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ ഉണ്ട്. അതേപോലെ നമുക്ക് C-ടൈപ്പ് ഫാസ്റ്റ് ചാർജിങ് പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഫാസ്റ്റ് ചാർജിങ് പോർട്ട്, അതുപോലെ ഹസാർ ലൈറ്റ്, 4 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. 100 നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റ് നമുക്ക് 169 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരുന്നത്. നമുക്ക് രണ്ട് വേരിയൻസ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. റെട്രോ വേരിയന്റ് അതുപോലെ മെട്രോ എന്ന് പറഞ്ഞ രണ്ട് വേരിയന്റ് ആണ് വരുന്നത്. റെട്രോ വേരിയന്റ് നമുക്ക് ഫാക്ടറി ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. അതാണ് നമുക്ക് 169 പ്രൈസ് വരുന്നത്. അത് വരുമ്പോൾ ഒരു സിമ്പിൾ ലുക്കിലും ഫീച്ചേഴ്സിലും ആണ് വരുന്നത്. നോർമൽ സ്പോക്ക് വീൽ ഡിസൈൻ ആയിരിക്കും. അതേപോലെ സിംഗിൾ ചാനൽ വേരിയന്റ് ആണ്. ഫ്രണ്ട് മാത്രം ഡിസ്ക് വിത്ത് ABS, ബാക്കിൽ ഡ്രമ്മും ആയിരിക്കും. പിന്നെ നോർമൽ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ മീറ്റർ കൺസോൾ എല്ലാം ഒരു സിമ്പിൾ ടൈപ്പിലും ലുക്കിലുമാണ് ആ ഒരു വേരിയന്റ് വരുന്നത്. 169 വരും. അതേസമയം നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വേരിയന്റ് ആണ് സെക്കൻഡ് മിഡ് ഓപ്ഷൻ വരുന്നത്. അതിനകത്ത് നമുക്ക് ഗ്രാഫൈറ്റ് ഗ്രേ വരുന്നുണ്ട്, റിയോ വൈറ്റ് എന്ന് പറഞ്ഞ കളർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡാപ്പർ ഗ്രേ എന്ന് പറഞ്ഞ 3 കളറാണ് വരുന്നത്. അത് വരുമ്പോൾ ഓൺ റോഡ് വരുമ്പോൾ 197 വരും ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. പിന്നെ ടോപ്പ് വേരിയന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് 2,03,000 വരും ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. അതിനകത്ത് 3 കളേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ലണ്ടൻ റെഡ് വരുന്നുണ്ട്, അതുപോലെ ടോക്കിയോ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് റിബൽ ബ്ലൂ എന്ന് പറഞ്ഞ 3 കളറാണ് വരുന്നത്. 2,03,000 വരും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക്. 100 നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് സ്കീം നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാ കളേഴ്സും നമുക്ക് റെഡി അവൈലബിളും ഉണ്ട്. അപ്പം എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ ഇതിൽ കൊടുത്തേക്കാം.